ഇത് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടുന്ന ബിരിയാണി ആക്കിയാലോ. ഈസി ആയിട്ടുള്ള കൈമ റൈസ് ഓർ ജീര റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റും ആണ്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ബാച്ചുലർസ്ക്ക് ഈസി ആവുന്ന കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് ജീര റൈസ് ആണ്. 2 ഗ്ലാസ് അരിക് നമുക്ക് വേണ്ടത് 4 ഗ്ലാസ് വാട്ടർ ആണ്. ആദ്യം ഞാൻ ഇതൊന്ന് ഒരു വിസിൽ വരുന്നവരെ വേപ്പിച്ചെടുക്കും. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ പെപ്പർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 4 ഏലക്ക ഇട്ട് കൊടുത്തു. 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് സോൾട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. എത്രയാണ് ആവശ്യം അത്ര സോൾട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒരേ ഒരു വിസിൽ വരുമ്പോൾ ഇതൊന്ന് നമ്മൾ കുക്കറിൽ അടച്ചു വെച്ച് വേവിപ്പിക്കണം. നമ്മൾ ഗീ റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെയാണ് ചെയ്യേണ്ടത്. ഒറ്റൊരു വിസിലാണ് കേട്ടോ. അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി ഒരു സൈഡിൽ ബിരിയാണി മസാല ഉണ്ടാക്കാം. കുറച്ച് കോറിയൻഡർ ലീവ്സ് എടുത്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതില്ലെങ്കിൽ 4 പച്ചമുളക് ഇട്ടാലും മതിയാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 1 പാക്കറ്റ് ബിരിയാണി മസാല പൗഡർ ആണ് കേട്ടോ. ഒരു ഇത്തിരി വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് ചെയ്ത് വരാം. യെസ്, ഇനി നമ്മൾ ചിക്കൻ മസാല കൂട്ടു റെഡി ആയി. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. ഒരു പാത്രം വെച്ച് കൊടുത്തു. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ചെയ്തിട്ടുള്ള ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട് കൊടുത്തു. ജിഞ്ചർ ആൻഡ് ഗാർലിക് ബ്രൗൺ കളർക്ക് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓണിയൻ നന്നായിട്ട് വേവണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്തിട്ട് ഇതൊരു പച്ച സ്മെല്ല് പോകുന്നവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. മീൻസ് വറുത്ത് കൊടുക്കണം. ഇനി മിക്സി ജാറിൽ വഹിച്ചിട്ടുള്ള മസാലക്ക് ഇത്തിരി നമ്മൾ വാട്ടർ വഹിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലന്റെ പച്ച സ്മെല്ലെല്ലാം പോയ ശേഷം ഞാൻ ഇവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇത്തിരി വെന്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ നമ്മൾ വേവിപ്പിച്ചെടുക്കാണ്. ഇടയ്ക്ക് ഇതുപോലെ തന്നെ കയ്യിലിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. 15 to 20 മിനിറ്റ്സിൽ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഫൈനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. നമ്മൾ ബിരിയാണി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ഇടണം. സൈഡിൽ റൈസ് നോക്കാം. ഈ വിസിലൊക്കെ പോയ ശേഷമാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ലൈറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം. റൈസ് കൂടുതൽ വേവാൻ പാടില്ല. ഒറ്റൊരു വിസിൽ മാത്രമേ മതിയാവും. ഒരു സൈഡിൽ ഓപ്പൺ ആയിട്ട് വേവിപ്പിച്ചാലും പ്രശ്നമില്ല. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയാണ് കുക്കറിൽ വേവിപ്പിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി കാഷ്യൂനട്ട് ഇട്ടിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പം മുന്തിരി ഒന്ന് ബബിൾസ് വന്ന ശേഷം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ബാക്കി വെച്ചിട്ടുള്ള ഗീ ഒന്ന് വേറെ പാത്രത്തിൽ നമുക്ക് മാറ്റി കൊടുക്കാം. സെയിം പാത്രത്തിൽ തന്നെ നമുക്കിന്ന് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ റൈസ് മാത്രം കൂടുതലായിരിക്കും, ചില ആൾക്കാർ മസാല കൂട്ടി വേണം. എനിക്ക് മസാല ബിരിയാണി ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് മസാല കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കളർഫുൾ ആയിട്ട് കാണണമെങ്കിൽ കുറച്ച് ലെമണും ടെർമറിക് പൗഡറിന്റെ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഓലിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ദമ്മിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓലിട്ട് വെക്കുന്നത് കൊണ്ട് അടിയിൽ കരിഞ്ഞു പോകൂല. അപ്പൊ ചെറുതായിട്ട് ഞാനിവിടെ ഓലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ള ഗീ ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഗീ വയ്ക്കുന്ന ആവശ്യമില്ല, ജസ്റ്റ് ഒരു കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഒരു സൈഡിൽ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേപ്സ് ആൻഡ് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഹാവിൽ വേവിപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആയ ശേഷം ബിരിയാണി ഈ രീതിയിൽ കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതിൽ കറുകപ്പട്ട ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ബിരിയാണി മസാലയിൽ വരുന്നുണ്ട്. SRR മസാല ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈനലി നമ്മൾ ബിരിയാണി കണ്ടില്ലേ, ഈ രീതിയിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.